എല്ലാ ഫ്രണ്ട്സിനും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. WWEയിലെ ലെജൻഡ് സൂപ്പർ സ്റ്റാറായ കിങ് കോങ് ബണ്ടി അന്തരിച്ചതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി അറിയാത്തവർക്ക് അദ്ദേഹത്തെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ക്രിസ്റ്റഫർ പല്ലീസ് എന്നാണ് കിങ് കോങ് ബണ്ടിയുടെ യഥാർത്ഥ പേര്. അദ്ദേഹം 61ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. എന്താണ് മരണകാരണമെന്ന് ഇതുവരെ WWEയോ മറ്റു പ്രമുഖ ചാനലുകളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം റെസിൽമേനിയ 35 മുമ്പേ ഉള്ള റെസിൽ കോൺ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഏപ്രിലിലായിരുന്നു ആ ഒരു പരിപാടി നടക്കുന്നത്. അതിൽ ഒരുപാട് WWEയിലെ ലെജൻഡ്സ് എല്ലാവരും വരുന്നുണ്ട്. അതിൽ ഇദ്ദേഹവും ഒരു മുഖ്യ കഥാപാത്രമായിരുന്നു. അതിൽ അദ്ദേഹം വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ട്വിറ്ററിൽ മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. WWEയിലെ തടിയുള്ള റെസ്ലേഴ്സിൽ ഒരു ആളായിരുന്നു കിങ് കോങ് ബണ്ടിയും. എല്ലാവർക്കും പേടി തോന്നുന്ന അല്ലെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു കിങ് കോങ് ബണ്ടിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഫേമസ് ആക്കിയത് 1986 ഹൾക്ക് ഹോഗനുമായിട്ടുണ്ടായ ഒരു സ്റ്റീൽ കേജ് മാച്ചാണ്. 1986 നടന്ന രണ്ടാമത്തെ റെസിൽമേനിയയിൽ ഹൾക്ക് ഹോഗനുമായിട്ടുള്ള ഒരു സ്റ്റീൽ കേജ് മാച്ചാണ് അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കിയത്. ആ ഒരു മാച്ചിൽ ഹൾക്ക് ഹോഗൻ വിജയിച്ചെങ്കിലും ആ ഒരു റെസിൽമേനിയയിലെ ഒരു മെയിൻ ഇവൻ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരുടെയും ഈ ഒരു മാച്ച്. 26 വർഷത്തോളം കാലം അദ്ദേഹം റെസ്ലിംഗിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്ന ഫിനിഷിംഗ് മൂവുകളിൽ ഒന്ന് കിങ് കോങ് ബണ്ടിയുടേതാണ്. അവലാഞ്ചെ സ്പ്ലാഷ് എന്നായിരുന്നു ആ ഒരു ഫിനിഷിംഗ് മൂവിൻ്റെ പേര്. ആ ഒരു ഫിനിഷിംഗ് മൂവ് ഇട്ടതിന് ശേഷം ഈ കിങ് കോങ് ബണ്ടി 5 കൗണ്ടുകൾ ചെയ്യാൻ പറയും. അതായത് ബാക്കിയുള്ളവരെല്ലാം തന്നെ 3 കൗണ്ടുകൾ ചെയ്തിട്ട് വിജയിക്കുന്നവരാണെങ്കിൽ ഇദ്ദേഹം 5 കൗണ്ടുകൾ ചെയ്യാനാണ് റഫറിമാരോട് പറയുക. അങ്ങനെയായിരുന്നു ഇദ്ദേഹം മാച്ചുകളിലെല്ലാം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ 5 കൗണ്ട് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 5 വിരലുകളും ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു സ്റ്റേജിലേക്ക് കടന്നു വരാറ്. അദ്ദേഹം ബാക്കിയുള്ള റെസ്ലേഴ്സിനെ എല്ലാവരെയും തന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭയങ്കര ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു WWFൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ് കോങ് ബണ്ടിയുടെ അവസാന റെസിൽമേനിയ അപ്പിയറൻസ് 1995 അത് നമ്മുടെ റെസ്ലറായ അണ്ടർടേക്കറിനെതിരെ ആയിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. അതോടുകൂടി കിങ് കോങ് ബണ്ടി റെസ്ലിംഗ് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം റെസിൽമേനിയകളിൽ ഒന്നും തന്നെ അദ്ദേഹം വന്നിട്ടില്ല. റെസിൽമേനിയകളിൽ മാത്രമല്ല ബാക്കിയുള്ള ഒരു റെസ്ലിംഗ് പരിപാടികളിൽ മത്സരിച്ചിട്ടില്ല. ടെഡ് ഡിബിയസിയുടെ $1 മില്യൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടീമിലെ ഒരു അംഗമായിട്ടായിരുന്നു ഇദ്ദേഹം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം WWEയിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോഴുള്ള ഒരുപാട് റെസ്ലേഴ്സും പണ്ട് മുതലുള്ള ഒരുപാട് റെസ്ലേഴ്സും എല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അനുശോചനം അർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ WWEയിൽ മത്സരിക്കുന്ന ഒരുപാട് റെസ്ലേഴ്സ്, ഉദാഹരണത്തിന് കെവിൻ ഓവൻസ് എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം വലിയൊരു ഫാനാണ് എന്നാണ് പറയുന്നത്.